ഹേ ഗായ്സ്, അൽബിനാണ്. യെസ്, ടോവിനോ തോമസ് നായകനാകുന്ന നരിവേട്ടയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. പടത്തിൻ്റെ ഡയറക്ടർ വരുന്നത് അനുരാജ് മനോഹറാണ്. പുള്ളിക്കാരൻ അടുത്ത പടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ക്, അടുത്ത പടം നേവി ബോർഡിലൂടെയാണ്. അപ്പം അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പടത്തിൽ മെയിൻ കാസ്റ്റ് വരുന്നത് ടോവിനോ തോമസും സുരാജ് വെഞ്ഞാറുമുണ്ട്. പിന്നെ പുതിയൊരു നടിയുണ്ട്. പുള്ളിക്കാരി പുതിയതല്ല, കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ പടത്തിലാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജെയ്ക്സ് ബിജോയാണ്. എനിക്കെന്തോ ജെയ്ക്സ് ബിജോയ് ടോവിനുമായിട്ടുള്ള മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ മ്യൂസിക്കൊക്കെ ശരിക്കും റൈറ്ററാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ടോവിനോടെ ഐഡൻറ്റിറ്റി സിനിമയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ് നരിവേട്ട. നല്ലൊരു പടമാവട്ടെ. നമുക്ക് എന്തായാലും ട്രെയിലർ റിവ്യൂ ചെയ്തിട്ട് വരാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ അതിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി വെച്ചേക്ക്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലോട്ട് പോകാം. വനഭൂമിയിൽ പെരുമയ്ക്കില്ലാമ കട്ടിയ കുടിലുകൾ ഇപ്പൊ പോലീസ് പൊളിച്ചു നീക്കാൻ പോവുകയാണ്. എല്ലാരും സഹകരിക്കുക. കേസെടുത്തിട്ടില്ല, കൊണ്ടുവയ്ക്കാണ്. അവര് തന്നെ എന്തെങ്കിലും ചെയ്തു തരോ? இந்த ஹீரோயிசம்லாம் இங்க வேணாம். നമുക്ക് എത്തി 5 ശരിക്കും മോണ്ടേ, തല 5 ശരിക്കും മോണ്ടേ. ഇതിപ്പോ ഇവന്മാർക്ക് നമ്മള് കാവല് വെക്കുന്ന പോലെയല്ലേ സാറേ? இது போல வெல் ஆர்கனைஸ்டு ப்ரொட்டஸ்ட் ட்ரைபல் லீடர்ஸ் மட்டும் நினைச்சு நடக்காது. Intelligence report have stated that the strike is supported by the Maoist groups. എന്നാലും പോലീസുകാർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കെട്ടിയ കുടിലുകൾ മുഴുവൻ പൊളിച്ച് സ്ഥലം വിട്ടോണം. പേടിയില്ല സാറേ, മരിക്കുന്നെങ്കിൽ ഈടെ കിടന്ന് മരിക്കാം. ബാലിസ്റ്റിക് റിപ്പോർട്ട് കിട്ടി. ബോഡിയിൽ നിന്ന് കണ്ടെത്തി ബുള്ളറ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഈ റൈഫിൽ നിന്നാണ്. KP5 126 എന്റെ റൈഫിളാണ്. തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. ഒരിക്കലും ഇതെടുത്ത് ഉപയോഗിക്കാൻ ഇടവരുത്തരുത്. കുറ്റം ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ സാറേ. போராட்டக்காரர்களை காலுக்கு கீழே தான் சுடணும்னு ஆர்டர். ஆனா அவர் கேஸ் நெஞ்சுக்கு நேரம் சுட்டிருக்கு. ஐ விட்னஸ் இருக்கு. യെസ്, മെയ് 16 പടം ഇറങ്ങുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ കുടിയേറി താമസിക്കുന്ന ആൾക്കാരില്ലേ, മീൻസ് ഈ കാട്ടിലെ താമസിക്കുന്ന ആൾക്കാരൊക്കെ സ്ഥലം കയ്യേറുന്ന പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. പോലീസുകാർ മറ്റേ ഭരണ പരിപാടി വെച്ച് അങ്ങനത്തെ പരിപാടിയാന്ന് തോന്നുന്നുണ്ട് പടത്തിൻ്റെ മീൻസ് ത്രെഡ്. അപ്പം അതിനിടയിൽ നടക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിക്കുന്ന പരിപാടിയായിരിക്കും എനിക്ക് തോന്നുന്നു. ടോവിനോൻ്റെ അന്വേഷിപ്പിക്കും കണ്ടെത്തും അറിയാമല്ലോ, അടിപൊളി പടമാണ്. ആള് അതിനുശേഷം വരുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം അതിനുശേഷം വരുന്ന ഒരു പോലീസ് ക്യാരക്ടറാണ്. ഇത്തിരി റഫ് ആൻഡ് ടഫ് ആവാൻ തോന്നുന്നുണ്ട് ഇതിൽ. നല്ലൊരു അടിപൊളി ക്യാരക്ടർ ആവട്ടെ. പിന്നെ അതുപോലെ സുരാജിന് പുള്ളിക്കാരൻ്റെ റോളുകളൊക്കെ പറയേണ്ട കാര്യമല്ലോ, നല്ല നല്ല അടിപൊളി റോളുകളാണ്. ഓരോന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആള് പറയേണ്ട കാര്യം അടിപൊളി ചെയ്യും. പിന്നെ എനിക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് ഇത്തിരി എടുത്തു പറയാൻ തോന്നിയ ഒരു ആക്ട്രസ്സാണ് പുള്ളിക്കാരി. മറ്റേ മിന്നൽ മുരളിയിൽ ടോവിനോടെ തന്നെ പെങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇരട്ട സിനിമയിൽ പോലീസ് ഓഫീസറായിട്ടുണ്ട്. അധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു നല്ലൊരു നടിയാണ്. അപ്പം പുള്ളിക്കാരി ഇതിൽ ഒന്നുകൂടി അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പടത്തിന് മ്യൂസിക് ഒരു ജാതി ട്രൈബൽ പരിപാടിയാണ് പിടിച്ചോണം. ജെയ്ക്സ് ബിജോയ്
നല്ല രസമുണ്ട് കാണാനായിട്ട്. വിഷ്വലി നല്ല രസമുണ്ട്. ഇത്തിരി പഴയ കാലഘട്ടമാണെന്ന് തോന്നുന്നു പടം. അത് നല്ല രസമായിട്ട് എടുത്തത്, നല്ല ഷോട്ടുകളൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ പടം നല്ല രീതിക്ക് വരട്ടെ. അനുരാജ് മനോഹറിൻ്റെ ഇഷ്കിന് ശേഷം വരുന്ന ഒരു നല്ല പടമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് ഇഷ്ക് നല്ലൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് ചില ഭാഗങ്ങൾ കേട്ടോ, അതായത് ഈ ഷൈൻ നികത്തിനൊക്കെ അതുപോലെ ഷൈൻ ടോം ചാക്കോനെ ഇത് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ. അത് നല്ല വൃത്തിക്ക് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടറുടെ കയ്യിൽ ടോവിനോരെ കിട്ടുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ടോവിനോയും നല്ലൊരു പടമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മെയ് 16 എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.